മറ്റൊന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഷിബു ബേബി ജോൺ വന്യജീവി ആക്രമണത്തിൽ പരാതിയുമായി ബന്ധപ്പെടാൻ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കോൾ സെന്റർ ആരംഭിക്കാൻ നിർദ്ദേശം നൽകി. സർക്കാർ കർഷക വിരുദ്ധമായിരിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. അതെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ വി എസ് രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ അടക്കം നമ്മൾ കണ്ടു. എന്തായാലും ഇപ്പോൾ വകുപ്പ് സംബന്ധിച്ച് സ്ഥിരീകരണം വരികയാണെന്ന്. ഈ RSPക്ക് ജലവിഭവ വകുപ്പ് നൽകാമെന്നുള്ള വാഗ്ദാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ വകുപ്പുമായി ബന്ധപ്പെട്ട് വേറെയും അവകാശവാദങ്ങൾ വരുന്നു. അപ്പോൾ വനം വകുപ്പ് എന്നുള്ളതിൽ സ്ഥിരീകരിക്കുകയാണല്ലേ? മറ്റു ചില വകുപ്പുകളുമുണ്ട്. ഇപ്പൊ നേരത്തെ ടി സിദ്ദിഖിനെ വനം വകുപ്പിലേക്ക് കേട്ടിരുന്നതാണ്. എല്ലാം മാറി മറിഞ്ഞ് ഷിബു ബേബി ജോൺ തൃപ്തനാണോ? റോഷ്നി, തീർച്ചയായിട്ടും വനം വകുപ്പാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് മന്ത്രി സ്ഥിരീകരിക്കുന്നു. സ്കിൽ ഡെവലപ്മെന്റ്, നൈപുണ്യ വികസനവും വനം വകുപ്പുമാണ് തന്റെ വകുപ്പ് എന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അതിലാദ്യമായി പറഞ്ഞത് ഇന്നലെ രാത്രിയാണ് അങ്ങനെ ഒരു തീരുമാനമായി എന്നുള്ളത് അറിഞ്ഞത്. ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥരുമായി പ്രാഥമികമായ ഒരു കൂടിക്കാഴ്ച നടന്നു. ആ കൂടിക്കാഴ്ചയിൽ വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആദ്യം നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഈ വന്യജീവികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് മലയോര മേഖലകളിൽ നിന്ന് വരുന്ന പരാതികൾ, ആ പരാതികൾ സ്വീകരിക്കാൻ ഒരു കോൾ സെന്റർ ആരംഭിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കേവലം കോൾ സെന്റർ ആരംഭിക്കുകയല്ല, അതിൽ വരുന്ന പരാതികൾക്ക് മിനിറ്റുകൾ കൊണ്ട് പരിഹാരം കണ്ടെത്തണം. അങ്ങനെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വിളിച്ചാൽ ഉടനടി പരിഹാരം കണ്ടെത്തണം എന്ന നിർദ്ദേശം കൂടി ഷിബു ബേബി ജോൺ നൽകുന്നു. അതായത് വനം വകുപ്പിലെ ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ള വന്യജീവി സംഘർഷം, ആ വന്യജീവി സംഘർഷത്തിൽ അതിൽ മനുഷ്യരും വന്യജീവികളുമായുള്ള കോൺഫ്ലിക്റ്റിൽ അതിലൊരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക എന്ന് മന്ത്രി പറഞ്ഞു വെക്കുന്നു. ഒപ്പം കർഷക ദ്രോഹ ഒരു വനം വകുപ്പായിരിക്കില്ല, കർഷകർക്കെതിരെ പ്രവർത്തിക്കുന്ന, കർഷകരെ ദ്രോഹിക്കുന്ന ഒരു വനം വകുപ്പായിരിക്കില്ല UDF സർക്കാരിൻ്റെ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. യെസ്, വി എസ് രഞ്ജിത്താണ് RSP സംബന്ധിച്ച് വകുപ്പിൽ ഒരു സ്ഥിരീകരണമായിരിക്കുന്നു എന്നുള്ളത് അറിയിക്കുന്നത്. മാത്രമല്ല ഉടൻ തന്നെ ആ വകുപ്പുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്കും മന്ത്രി കടന്നിരിക്കുകയാണ്. വന്യജീവി ആക്രമണം നമ്മുടെ സംസ്ഥാനം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പലതരം പഴികൾ കേട്ടിട്ടുള്ളത് ഈ വിഷയത്തിലാണ്. അതിലിപ്പോൾ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കോൾ സെന്റർ വരും. ജനങ്ങൾക്ക് നേരിട്ട് തന്നെ അതിലൂടെ പരാതികൾ അറിയിക്കാമെന്നാണ് മന്ത്രിയുടെ ആദ്യത്തെ നടപടികൾ.